കർമ്മലീത്ത സഭ മഞ്ഞുമ്മൽ പ്രൊവിൻസിന് കീഴിൽ ഒഡീഷയിലെ സംബൽപൂർ ജില്ലയിൽ കുച്ചിണ്ടയിൽ പ്രവർത്തിക്കുന്ന 2 മലയാളി വൈദികർക്ക് നേരെ ആക്രമണത്തിൽ പരിക്കേറ്റ ഫാദർ ലീനസ് പുത്തൻവീട്ടിൽ, ഫാദർ സിൽവിൻ കളത്തിൽ എന്നിവരെ എറണാകുളം മഞ്ഞുമ്മൽ സെൻറ്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 23-നാണ് അക്രമം നടന്നത്. വൈദികർ നാട്ടിലെത്തി ചികിത്സ തേടുകയായിരുന്നു. സംബൽപൂരിൽ സെൻറ്റ് തോമസ് സ്കൂളിന് സമീപം ചർവാട്ടി ഗോത്രവർഗ ഗ്രാമത്തിലെ ആശ്രമത്തിലാണ് ആക്രമണമുണ്ടായത്. 25 വിദ്യാർത്ഥികളും 4 വൈദികരും പാചകക്കാരിയുമാണ് ഇവിടെയുള്ളത്. 23-ന് പുലർച്ചെ 1:30-ഓടെ ആശ്രമത്തിൻ്റെ ഗേറ്റ് തകർത്ത് അകത്ത് കയറിയ 11-അംഗ സംഘം വൈദികരെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി മർദ്ദിക്കുകയായിരുന്നു. ആശ്രമത്തിലെ താമസക്കാരായ മറ്റ് 2 വൈദികർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അവധിയായിരുന്നതിനാൽ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തെക്കുറിച്ച് ആക്രമണത്തിൽ പരിക്കേറ്റ ലീനസ് അച്ഛൻ സൺഡേ ഷാലോമിനോട് സംസാരിക്കുന്നു. എൻ്റെ പേര് ഫാദർ ലീനസ് പുത്തൻവീട്ടിൽ OCD. ഞാൻ മഞ്ഞുമ്മൽ കർമ്മലീത്ത സഭയുടെ പത്താംബീസ് പ്രോവിൻസിൻ്റെ അംഗമാണ്. ആ പ്രോവിൻസിൻ്റെ കീഴിലുള്ള മിഷൻ പ്രവർത്തനമാണ് ഒഡീഷയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 15 വർഷത്തോളം ഞാൻ ഒറീസയിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ചർവാട്ടി കുച്ചിണ്ട ലാഡ് ജംഗ്ഷനിലുള്ള ഒരു ഗ്രാമത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഞങ്ങൾ യുവാക്കളെ എടുത്ത് നിർത്തി പഠിപ്പിച്ച് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ നല്ല വിധത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. 23-ാം തീയതി വെളുപ്പിന് 1:30 മണിക്കാണ് ഇവർ എൻ്റെ മുറിയുടെ ഫ്രണ്ടിലുള്ള ഗ്രില്ല് തകർത്ത് എൻ്റെ മുറിയുടെ ലോക്കും തകർത്ത് അകത്ത് കയറുന്നത്. അപ്പോൾ ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലായിരുന്നു. അവർ വന്ന് എൻ്റെ ഒരാൾ വലത്ത് കൈയിലും വേറൊരാൾ ഇടത്ത് കൈയിലും പിന്നെ വേറൊരാൾ കാലിലും പിടിച്ച് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ കള്ളന്മാരാണ്, കൊള്ളക്കാരാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്വരം ഉണ്ടാക്കിയപ്പോൾ എന്നെ കൊന്നുകളയെന്നും പറഞ്ഞ് കത്തി എൻ്റെ കഴുത്തിൽ വെച്ചു. അപ്പോൾ അങ്ങനെ പേടിപ്പിച്ചു. അതിനുശേഷം അവരെൻ്റെ വായിൽ തുണി കെട്ടി സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ, സ്വരം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ കെട്ടി. പിന്നെ എൻ്റെ കൈ പുറകിലിട്ട് കെട്ടി. അങ്ങനെ എന്നെ അവിടെ നിന്ന് വലിച്ച് എൻ്റെ സുപ്പീരിയർ ഫാദർ സിൽവിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ കൊണ്ടുപോയ സമയത്ത് എന്നെ വലിച്ചു കൊണ്ടുപോയപ്പോൾ സംഭവിച്ചതായി പിന്നെ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വെച്ചിരുന്ന വടി കൊണ്ട് അടിച്ചിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നു. അപ്പം സിൽവിയുടെ മുറിയിൽ കൊണ്ടുപോയതിന് ശേഷം എൻ്റെ മുറി അവർ ലൂട്ട് ചെയ്യാൻ തുടങ്ങി. ബോക്സുകളും എല്ലാ സാധനവും പലതും നശിപ്പിച്ചു. എന്നിട്ട് അത് അവർ എൻ്റെ കയ്യിൽ കൂടിയാൽ ഒരു 5000 രൂപ ഉണ്ടാവും. അത് അവരെടുത്തു. അതിന് ശേഷം ഇവർ എന്നെ ഈ സുപ്പീരിയറിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിർത്തിയിട്ട് അതുപോലെ തന്നെ ജോലിക്കാരത്തെയും ബന്ധിച്ച് ആ മുറിയിൽ കൊണ്ടുവന്നു. പിന്നെ അച്ഛനെ ബന്ധിച്ച് കമന്തിന് കിടക്കാൻ പറഞ്ഞ് കിടന്നിട്ട് അച്ഛൻ്റെ ചന്തിക്കെട്ട് ശക്തിയായിട്ട് അടിച്ചു. അപ്പം ഞാൻ അടിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നേരെ തിരിഞ്ഞു എന്നെ അടിക്കാനായിട്ട് വന്നു. അതെല്ലാം ഈ പണം ലൂട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇവർ ഈ അച്ഛനെ അടിച്ചത്. പേടിപ്പിക്കാൻ വേണ്ടി എന്നെയും അച്ഛനെയും പേടിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അവസാനമായിട്ട് പറഞ്ഞത്, നിങ്ങൾ കേരളം വിട്ട് ഉടനെ ഒഡീഷ വിട്ട് കേരളത്തിലേക്ക് പോവുക, ഇവിടെ നിൽക്കണ്ട, നിങ്ങളുടെ മിഷണറി പ്രവർത്തനം ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തി ഇട്ട് ഒരു 4 മണിയായപ്പോഴാണ് അവർ എന്നെ എൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് പൂട്ടി. പിന്നെ സുപ്പീരിയർ അച്ഛനെ സിൽവീനച്ഛനെ അദ്ദേഹത്തിൻ്റെ മുറിയിട്ട് പൂട്ടി. ജോലിക്കാരത്തിൻ്റെ മുറിയിൽ കൊണ്ടിട്ട് പൂട്ടി. അപ്പോൾ ഞങ്ങളുടെ ഈ കൈയുടെ കെട്ട് അഴിക്കാൻ 1.5 മണിക്കൂർ എടുത്ത് ഞാൻ എൻ്റെ കൈയുടെ കെട്ട് അഴിക്കാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ വായിൽ കെട്ടിയേക്കുന്നത് അത് അഴിക്കാനും
കൈ കഴിച്ചതിന് ശേഷമാണ് അതൊക്കെ ഞാൻ ചെയ്തത്. അതിനുശേഷം മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കുന്നതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയുടെ മേശയുടെ വലിപ്പെടുത്ത് അടിച്ച്, അതുകൊണ്ട് ഡോർ അടിച്ച് പൊളിച്ച് പുറത്തു പോകാനുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തി. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു പിന്നീട്. കാരണം അപ്പോൾ ഞാൻ എൻ്റെ സുപ്പീരിയർ സെൽവിനച്ചൻ്റെ സ്വരം കേട്ടു. അദ്ദേഹം വളരെ സ്വരത്തിൽ വിളിച്ചപ്പോൾ ടോർച്ച് അടിച്ച്, അപ്പോൾ അടുത്തുള്ളൊരു പൂജാരി വന്ന് അന്വേഷിച്ചപ്പോൾ കാര്യം പറഞ്ഞ് അയാൾ ഉള്ളിൽ കയറിയാണ് എന്നെ മോചിപ്പിച്ചത്. എൻ്റെ മുറിയുടെ ലോക്ക് മാറ്റി, സാക്ഷ്യം മാറ്റിയിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുറി തുറന്നു, പിന്നെ ജോലിക്കാരത്തിൻ്റെ മുറിയും തുറന്നു. അതിനുശേഷം ഉടനെ തന്നെ അദ്ദേഹം വണ്ടിയായിട്ട് 4 വീലറുമായിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഇത് ചെയ്തത് ഒരു 11 പേരടങ്ങുന്ന ഒരു സംഘമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലാം ഡിസ്ഗൈസ്ഡ് ആയിരുന്നു. ഒരു പിടിയും കിട്ടാത്ത വിധം ഒരു ലിക്കറും അതുപോലെ തന്നെ മറ്റുള്ള ഡ്രഗ്സും ഒക്കെ കഴിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ അവർ തല മുതൽ അടി പാദം വരെ കവർ ചെയ്തിട്ടുണ്ട്. അവർ കണ്ണ് മാത്രം അവർക്ക് കാണാം, വായ കൊണ്ട് സംസാരിക്കാം, മൂക്കൊണ്ട് ശ്വസിക്കാം, ബാക്കിയെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. പിന്നെ വലിയ സൈസുള്ള ആളുകളുമായിരുന്നു. പിന്നെ മർദ്ദനം ഭയങ്കര ക്രൂരമായ മർദ്ദനമായിരുന്നു. വലിയ വടി കൊണ്ട് ഒരു 8-10 അടിയെങ്കിലും അച്ഛൻ്റെ ചന്തിക്ക് അടിച്ചു. അച്ഛൻ്റെ ചന്തിയുടെ അവിടെ മുഴുവനും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് അച്ഛന് പിന്നീട് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അത്രയും അധികം വേദന ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എൻ്റെ ഒരു ഊഹം, ഇപ്പം ഞാൻ പോലീസുകാർ വന്നപ്പോൾ പറഞ്ഞത്, അടുത്തുള്ള ഞങ്ങളുടെ ആദിവാസികളുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്, അവരാരും നമുക്ക് എതിരായിട്ട് നിൽക്കുകയില്ല. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ പുറത്തുനിന്ന് ടൗണിൽ നിന്ന് ആരെങ്കിലും ഒറ്റ കൊടുത്തിരണം. വന്നേക്കുന്ന ആളുകൾ പുറത്തുനിന്ന്, എവിടെ നിന്നാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഒഡീഷയിൽ നിന്ന് തന്നെ പുറത്തുനിന്നുള്ള സാധനം. അപ്പോൾ അവർ തീവ്രവാദികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പോലീസിന് 3-4 ദിവസം വന്ന് പല ടീമായിട്ട് വന്ന് അന്വേഷിച്ചു. എന്തായെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ചുരുക്കത്തിൽ സംഭവിച്ചിരിക്കുന്നത്.